ഇതിനകത്ത് പിന്നെ വൈറ്റമിൻ എയും ബിയും എല്ലാം ഉണ്ട്. അതുകൂടാതെ ഇതിൻ്റെ ഒരു സ്പെഷ്യൽ ഇതെന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് മഗ്നീഷ്യം കൂടുതലുള്ളത് കൊണ്ട് സ്ട്രെസ് കുറയ്ക്കും. അപ്പോൾ ഈ ഡിപ്രഷൻ പേഷ്യൻസിനൊക്കെ ഈ ഹോമിയോയിലൊക്കെ ഒരു ട്രീറ്റ്മെൻറ്റ് പോലെ ഇത് ചെയ്യുന്നു. നമസ്കാരം, ഞാൻ ആയുഷ് മീഡിയയുടെ പുതിയൊരു ലക്കത്തിലേക്ക് എവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് പാഷൻ ഫ്രൂട്ടിൽ നിന്ന് തയ്യാറാക്കുന്ന വിവിധ ഓർഗാനിക് ഉൽപ്പന്നങ്ങളുമായിട്ട് വയനാട്ടിൽ നിന്ന് എത്തിയിട്ടുള്ള ഒരു ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റിനെയാണ്. അപ്പോൾ നമുക്ക് അവരുടെ ഡീറ്റെയിൽസൊക്കെ ഒന്ന് ചോദിച്ചു മനസ്സിലാക്കാം. മാഡം, യൂണിറ്റ് ഒന്ന് പരിചയപ്പെടുത്തി. വയനാട്ടിലാണ് ഞങ്ങളുടെ പ്രൊഡക്റ്റ്. ശരി, ഇത് പാഷൻ ഫ്രൂട്ടിന്റെ ഒരു കൃഷിയുണ്ട് ഞങ്ങൾക്ക്. മാഡത്തിന്റെ യൂണിറ്റിന്റെ പേരെന്താണ്? മാത്യൂസ് ബിസിനസ് കോർപ്പറേഷൻ എന്നാണ് എൻ്റെ യൂണിറ്റിന്റെ പേര്. ശരി, മാർത്താസ് ഫുഡ്സ് എന്നാണ് ഞങ്ങൾ ഫുഡ് സാധനങ്ങൾക്ക് പേര് കൊടുത്തിരിക്കുന്നത്. മാർത്താസ് അല്ലേ? മാർത്താസ്. മാഡത്തിനൊക്കെ മെയിൻ ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണ്? മെയിൻ ഉൽപ്പന്നം പാഷൻ ഫ്രൂട്ടിന്റെ സ്ക്വാഷ് ആണ്. ശരി, സ്ക്വാഷ് എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേറ്റ്. അതിൽ 3 ഇരട്ടി വെള്ളം ചേർത്തിട്ടാണ് ഉപയോഗിക്കുന്നത്. അത് പല ഗ്രേഡിലുണ്ട്. അത് ഫസ്റ്റ് ഗ്രേഡ് എന്ന് പറഞ്ഞാൽ 50% പൾപ്പിന്റെ ആണ്. അത് പുറത്തേക്കൊക്കെ അയക്കാൻ പറ്റിയ, അത് സാധാരണക്കാർക്ക് അതിന് വില കൂടുതലെന്ന് പറയുമായിരിക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ 2 ഗ്രേഡിലും കൂടെ പെർസെൻറ്റേജ് കുറച്ചിട്ട് പിന്നെ മാക്സിമം ഞങ്ങളുടെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഞങ്ങൾക്ക് ഏറ്റവും ഞങ്ങളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ ജലാറ്റോയാണ്. തിരുവനന്തപുരം കേരളത്തിലൊക്കെ ചെന്നിട്ട് ഇത് ഞങ്ങൾക്ക് ഭയങ്കര സക്സസ് ആയിട്ടുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐസ്ക്രീം പോലത്തെ ഐസ്ക്രീം അല്ല, ഐസ്ക്രീമിന്റെ ഒരു പ്രീവിയസ് ഫോമാണ്. ഇതിനകത്ത് എയർ കയറ്റിയിട്ടില്ല. അതാണ് ജലാറ്റോയും ഐസ്ക്രീമും തമ്മിലുള്ള വ്യത്യാസം. അപ്പം ഇത് പിന്നെ വളരെ ടേസ്റ്റിയാണ്. ഇതെല്ലാവരും കഴിക്കുന്നവരെല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ്. അച്ചാറുകളുണ്ട്. അച്ചാർ ഫ്രൂട്ടോട് കൂടി തന്നെ ഞങ്ങൾ അച്ചാറിടും. ഫ്രൂട്ട് അങ്ങനെ തന്നെ ഇടും. ഇതിന് മാങ്ങ അച്ചാറിൻ്റെ ഒരു രുചി വരും. ഇത് മാങ്ങ അച്ചാറിനെ കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഹെൽത്തിയാണ്. കാരണം ഇത് വൈറ്റമിൻ സി റിച്ച് ആണ് ഈ പാഷൻ ഫ്രൂട്ട്. അതിൻ്റെ തന്നെ പൾപ്പ് എടുത്തിട്ട് അച്ചാറിടും. അതിനൊരു ഇഞ്ചിപ്പുള്ളിയുടെ ടേസ്റ്റാണ് ഞങ്ങൾ കൊടുത്തിരിക്കുന്നത്. കാരണം ഇതിന് കുറച്ച് മധുരവും കുറച്ച് പുളിയും എല്ലാം കൂടെ ആയിട്ട് പൾപ്പിന്റെ അച്ചാർ. പിന്നെ ഞങ്ങൾ സോസ് ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ടൊമാറ്റോ സോസിനൊക്കെ ഇത് ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്. ഇതിനും നല്ലൊരു അപ്രീസിയേഷനാണ്, ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ്. പിന്നെ ജാമുകളുണ്ട്. ജാമ് സാധാരണ ജാമിനെ വെച്ചിട്ട് ഈ പാഷൻ ഫ്രൂട്ടിന്റെ ഗുണമെന്ന് പറഞ്ഞാൽ വൈറ്റമിൻ സി റിച്ച്, ആന്റി ഓക്സിഡൻസ് കൂടുതൽ, റെസിസ്റ്റൻസ് പവർ കൂടുതൽ, അങ്ങനെയൊക്കെയുള്ള ഗുണങ്ങൾ ഡെയിലിയുള്ള ഫുഡിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഈ ജാം ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ എല്ലാത്തിനും ഞങ്ങൾ ഇച്ചിരി കുറച്ച് മധുരം ഉപയോഗിക്കുന്നുണ്ട്. മധുരം ഉപയോഗിച്ചില്ലെങ്കിൽ കുട്ടികൾക്കൊന്നും ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ്. പിന്നെ ഞങ്ങളുടെ സ്ക്വാഷുകളും അതുപോലെ തന്നെ. പാഷൻ ഫ്രൂട്ടിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ ഇതിന് റെസിസ്റ്റൻസ് പവർ ഏറ്റവും കൂടുതൽ നമുക്ക് ബോഡിക്ക് തരുന്ന ഒരു സാധനമാണ് പാഷൻ ഫ്രൂട്ട്. വൈറ്റമിൻ സി റിച്ച് ആയതുകൊണ്ടും ഇതിനകത്ത് പിന്നെ വൈറ്റമിൻ എയും ബിയും എല്ലാം ഉണ്ട്. അതുകൂടാതെ ഇതിൻ്റെ ഒരു സ്പെഷ്യൽ ഇതെന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് മഗ്നീഷ്യം കൂടുതലുള്ളത് കൊണ്ട് സ്ട്രെസ് കുറയ്ക്കും. അപ്പോൾ ഈ ഡിപ്രഷൻ പേഷ്യൻസിനൊക്കെ ഈ ഹോമിയോയിലൊക്കെ ഒരു ട്രീറ്റ്മെൻറ്റ് പോലെ ഇത് ചെയ്യുന്നു. അതുകൊണ്ട് ഇത് നമുക്ക് ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങൾ, ഒരു ഔഷധ ഗുണമുള്ള ഒരു സാധനമാണ് ഇത്. ഇതിനകത്ത് ഞങ്ങൾ മധുരം ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിന് പുളി ഉള്ളതുകൊണ്ട് എല്ലാവർക്കും അങ്ങ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞങ്ങൾ അതിനും ഒരു പരിഹാരം കണ്ടുപിടിച്ചു. ഞങ്ങളിത് പാഷൻ ഫ്രൂട്ടിൻ്റെ അകത്ത് ഉപ്പും മുളകും ചേർത്തിട്ട് അപ്പോൾ എരിവായിട്ട് നമ്മൾ നാരങ്ങ വെള്ളം കുടിക്കുന്നത് സ്പൈസി ടേസ്റ്റ്, അതൊരു സ്പെഷ്യൽ ടേസ്റ്റാണ്. അതിൻ്റെ അകത്ത് ലേശം മധുരം കൂടി ചേർത്താൽ കൂടുതൽ ടേസ്റ്റിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. മാർക്കറ്റിംഗ് ഇപ്പം പിന്നെ ലോക്കൽ മാർക്കറ്റിംഗ് ഒക്കെയാണ്. പുറത്തേക്കുള്ള കാര്യങ്ങളൊക്കെ നടന്നു വരുന്നു. പക്ഷേ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ നമ്മുടെ ഫാക്ടറി വന്നിട്ട് ഈ സാധനങ്ങൾ മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അവർ വീണ്ടും വരുന്നുണ്ട് മേടിക്കുന്നവരൊക്കെ. പിന്നെ ഇപ്പം ബൾക്കിന്റെ ഓർഡറുകളൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുന്നു. സൂപ്പർ മാർക്കറ്റുകളിലൊന്നും അങ്ങനെ വലിയ കാര്യമായിട്ട് ഞങ്ങൾ വയനാട്ടിൽ ഇത് ചെയ്യുന്നില്ല. കാരണം വയനാട്ടിൽ എല്ലാ വീട്ടിലും പാഷൻ ഫ്രൂട്ട്. അപ്പൊ അതുകൊണ്ട് അവിടെ അത്ര ഒരു സക്സസ് അല്ല. പക്ഷേ പുറത്തേക്ക് ഇത് സാധനങ്ങൾ പോകുന്നു. ഓക്കെ, മാഡത്തിന്റെ യൂണിറ്റിന്റെ ഫോൺ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം. അപ്പോൾ ബിസിനസ് എൻക്വയറി വന്നു കഴിഞ്ഞാൽ ഒരുപാട്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.